റിയൽ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് UCL ആണ്, ഇത് റിയൽ മാഡ്രിഡ് ആണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മുഴുവനായിട്ട് പറയണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിനുള്ള എല്ലാ പ്രതീക്ഷകളും തന്നുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ബയൺ മ്യൂണിക്കിനെതിരെയുള്ള രണ്ടാം പാദ മത്സരം. ആദ്യ നിമിഷങ്ങളിലെല്ലാം പലവിധ ഹോപ്പുകളും തന്നെങ്കിലും അതിൻ്റെ 3 പോയിന്റ് പറയാതെ പോണത് മോശമല്ലേ? സോ അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാനുവൽ നോയർ എന്ന് പറയുന്ന ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഗോട്ട് തന്നെയാണ് പുള്ളിക്കാരൻ. പക്ഷേ UCLലേക്ക് വരുമ്പോൾ ഒരുപാട് ബ്ലണ്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആദ്യത്തേത് ഓപ്പൺ അസിസ്റ്റ് ആർക്ക് കൊടുക്കുന്നു? അഡഗുളറിന് കൊടുക്കുന്നു, അത് കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിലും അതിനുള്ള വഴി വെച്ച് കൊടുക്കുന്നു. ഇത്ര നല്ല അവസരം ഉണ്ടായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തവരാണ് പറയുന്നത് ഇത് UCL ആണ്, ഇത് റയൽ മാഡ്രിഡ് ആണ്, ഏത് സിറ്റുവേഷനെയും താണ്ടി വരും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഡ് കാർഡ് ഇൻസിഡൻറ്റ് അൺനെസസറി ആയിരുന്നോ എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് കിട്ടിയ അവസരങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്തോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. എസ്പെഷ്യലി അത് ചോദിക്കേണ്ടത് വിനീഷ്യസ് ജൂനിയറിനോടും അതുപോലെ തന്നെ എംബാപ്പയോടുമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണല്ലോ ബാലൻഡിയോറിനടക്കം ഈ പറയുന്ന പോലെ തന്നെ ലോകം കണ്ടതിൽ വെച്ചുള്ള എക്കാലത്തെയും ഇനി ഏറ്റവും വലിയ മികച്ച താരങ്ങൾ. ഇവർ രണ്ടുപേരും മര്യാദയ്ക്ക് 2 പാസിട്ട് കളിച്ചിരുന്നെങ്കിൽ ബയണിനെ പാട്ടും പാടി തോപ്പിച്ചേനെ. എന്നാൽ അവരുടെ ഈഗോ ആണോ ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതങ്ങനെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം അൽവാറോ ആൽബറോവ. ഞാൻ മുമ്പും പറഞ്ഞതാണ്, പുള്ളിക്കാരനൊരു PR കോച്ച് എന്നല്ലാതെ അതിൽ കൂടുതൽ എന്താണ് പുള്ളി എന്നുള്ളത് അറിഞ്ഞൂടാ. ആരെങ്കിലും ഒന്ന് ഫോമായി ജയിപ്പിച്ചില്ലെങ്കിൽ ടീം അടപടലം പോവും. എന്തിനായിരുന്നു മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിലേക്ക് ഒരാവശ്യവും ഇല്ലാതെ കമാവിംഗയെ കൊണ്ട് ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതോടെ കളിയുടെ എല്ലാ കാര്യങ്ങളും പോയി. ആട്ടപടലം ബയൺ മ്യൂണിക്ക് അടിച്ചു തന്നു എന്നുള്ളതാണ്. ഇത് 3 പോയിന്റിലും ഇൻക്ലൂഡ് ചെയ്യാതെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയൺ മ്യൂണിക് വാസ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി. ആൻഡ് അവരുടെ ഫാൻസ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഒലീസയുടെ കാര്യമാണ്. അതുപോലെ തന്നെ കെയിൻ്റെ ഒരു പെർഫോമൻസ്, അതുപോലെ തന്നെ അവരുടെ കോച്ച് കമ്പനി. വാട്ട് എ പ്ലെയർ, വാട്ട് എ ടീം. അടിക്കട്ടറ ചാമ്പ്യൻസ് ലീഗ് അവർ. അപ്പോൾ എന്തായാലും ബാഴ്സയും തോറ്റു, റയലും തോറ്റു. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ബയണുമായിട്ട് തോറ്റതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 15 ഉണ്ടെന്ന് പറയാം. കുറേ ആയില്ലേ ട്രോഫി ബാഴ്സയ്ക്ക് കിട്ടിയെന്നുള്ളത് ചോദിക്കാം. എന്തായാലും ലാ ലീഗയിൽ നിങ്ങൾ ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ബാഡ് മാർക്ക്.